നമ്മുടെ സ്വാർത്ഥതയുടെ അളവ് അത് പൂർണ്ണമായും കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും പരമാവധി കുറഞ്ഞിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. എല്ലാം യാചിക്കുകയാണ്. ഒരു പ്രപഞ്ചശക്തിയോട് എനിക്ക് ശരിയായ വഴി തെളിയിച്ചു തരണേ എന്ന് സങ്കല്പിക്കുകയാണ്. നമ്മളെന്ന വ്യക്തിയെ ഇങ്ങോട്ട് അയച്ചതിന്റെ പൂർണ്ണത എന്തിലാണോ നമുക്ക് ലഭിക്കുന്നത് അതാണ് ഹിതം. ഉം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രിയത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഞാനും പ്രാർത്ഥിച്ചത് ഏറെയും പ്രിയത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രപഞ്ചം ഒരു ചോയ്സ് നടത്തും നമ്മുടെ കാര്യത്തിൽ. അടി ഓടുന്ന ഒരാൾ ഉള്ളിലിരുന്ന് അതെ. പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ആളെ പിടിച്ചു കെട്ടാനാണ് 10 മിനിറ്റ് ഒന്ന് ഇരിക്കൂ നിങ്ങള്, അല്ലേ? എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ എടുക്കാൻ നോക്കുന്ന എന്നെ പിടിച്ചു കെട്ടാനാണ്, മനസ്സിനെ പിടിച്ചു കെട്ടാനാണ് എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസും. നമുക്ക് വേണ്ടാത്തത് പൊയ്ക്കോട്ടെ. നമ്മളിലേക്ക് വന്നു ചേരുന്ന, നമ്മളിലേക്ക് എത്തിച്ചേരുന്നവയെ സ്വാംശീകരിച്ച് ജീവിതത്തിൽ നിന്നും കരുത്താർജിച്ച് മുന്നേറുക. അപ്പോൾ ജീവിതം ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് എന്നാണ് ശരിയായ സ്പിരിച്വാലിറ്റി നമ്മളോട് പറയാം. നമ്മളൊരു ശരിക്കുള്ള സ്പിരിച്വൽ പ്രാക്ടീഷണർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല വ്യക്തിയാവുക എന്ന് കൂടിയാണ്. നമസ്തേ. എപ്പിസോഡ് തുടരുകയാണ്. നമ്മളൊന്ന് സംസ്കാരം അല്ലേ, അതിനെ വേറൊരു മാനം സംസാരത്തിലെത്തി. കാരണം എപ്പോഴും നമ്മൾ ഗസ്റ്റൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിനെപ്പോഴും നമ്മളിങ്ങനെ ബാസ്ക്കറ്റീവൽക്കരിക്കപ്പെടും. ബാസ്ക്കറ്റീവൽക്കരിച്ച് അങ്ങനെ ഓരോരോ ബാസ്ക്കറ്റ് പക്ഷെ നമ്മളത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് ഒരു ആശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന തൊട്ട് മുന്നേ നേടിയതിന് ശേഷമാണ് നമുക്ക് കളയാൻ കഴിയൂ, അല്ലേ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് പോകുന്ന സമയത്ത് അങ്ങയുടെ ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അങ്ങ് നടക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാർ അങ്ങ് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ആ മഹത് വ്യക്തിനെ കാണുന്ന സമയത്ത് ഇത് അങ്ങയുടെ സഹോദരനാണോ, കൂട്ടുകാരനാണോ, അല്ലെങ്കിൽ കൊളീഗാണോ എന്ന് ചോദിക്കുന്നവരോ, അല്ലേ? അങ്ങനൊരു ഇതിലേക്ക് ഇപ്പം പല സ്ഥലങ്ങളിലേക്കും ഇത്രയും പോഡ്കാസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു മനസ്സിലാക്കൽ, അങ്ങേ ആരോ പ്ലേസ് ചെയ്യാന്നാണ്. ഒരു അദൃശ്യമായ ശക്തി അങ്ങേ പല സ്ഥലത്തും അങ്ങയുടെ കുടുംബത്തിലേക്ക് അങ്ങേ പ്ലേസ് ചെയ്തു. അവിടെ നിന്ന് ജീവിതത്തിൽ ബേസിക്കായി പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വിശ്വംഭര സാറിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അവർ ഗുരുപരമ്പരയുടെ പുണ്യമോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമോ അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹങ്ങളോ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഹൗ ദിസ് എൻ്റയർ എപ്പിസോഡ് ഈസ് ഹാപ്പനിങ്? ഞാനതിനെ മനസ്സിലാക്കുന്നത് പ്രേം പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ പലതിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ പ്രാർത്ഥിച്ച് ശീലിച്ചിട്ടുണ്ട്. പലതും അർത്ഥനയായിരുന്നു, പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നു, അല്ലേ? അർത്ഥനയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും അർത്ഥിക്കുന്നത്. നമ്മൾ യാചിക്കും, അത് തരണേ ഇത് തരണേ. പക്ഷെ അത് പ്രാർത്ഥനയാക്കുന്നത് അതിൻ്റെ മനോഭാവം കൂടിയാണ്. അതൊരു ഉന്നതമായ കാര്യത്തിന് വേണ്ടിയാവുമ്പോൾ, അത് നമുക്ക് മാത്രമല്ല അതുകൊണ്ട് ലോകത്തിനും കൂടി പ്രയോജനമുണ്ടാകുമ്പോൾ, നമ്മുടെ സ്വാർത്ഥതയുടെ അളവ് അത് പൂർണ്ണമായും കുറയ്ക്കാൻ പറ്റില്ലെങ്കിലും പരമാവധി കുറഞ്ഞിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്, അല്ലേ? അത് യാചനയുടെ ഉന്നതമായ, എല്ലാം യാചിക്കുകയാണ്. ഒരു പ്രപഞ്ചശക്തിയോട് എനിക്ക് ശരിയായ വഴി തെളിയിച്ചു തരണേ എന്ന് സങ്കല്പിക്കുകയാണ്. ഈ സങ്കല്പമാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയായി വരുന്നത്. ഒരു വിഷുണ്ട്, അങ്ങനെ സങ്കല്പിച്ചാൽ അങ്ങനെ സംഭവിക്കണേ, അങ്ങനെ സങ്കല്പിച്ചാൽ നന്നാവണേ. അപ്പം ഇത്തരം ഒരു പ്രാർത്ഥന നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒക്കെ പ്രായമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പക്വമായ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നത് എന്താണോ എനിക്ക് കൃത്യമായി വേണ്ടത്, അല്ലേ? ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം കേട്ടിട്ടുണ്ട്, ഭഗവാൻ ഭൂതഭവ്യേഷ ന ജാനേ ഹിതമാത്മനഃ ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ധാതുമർഹസി. അതായത് എൻ്റെ ഭൂതം ഭാവി വർത്തമാനമൊക്കെ ഒരു ചിത്രം പോലെ അറിയാവുന്ന ഒരു പ്രപഞ്ച ബോധമുണ്ടിവിടെ. ആ പ്രപഞ്ചബോധത്തോട് ഞാൻ പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എന്താണ് നന്മ ഉണ്ടാകുന്നത്, ഹിതമാകുന്നത്. സംസ്കൃതത്തിലെ രണ്ട് കൃത്യമായ പ്രയോഗങ്ങളാണ് ഹിതവും പ്രിയവും. പ്രിയം നമുക്ക് ഇഷ്ടമുള്ളതാണ്, അല്ലെ? ഒരു ഷുഗർ പേഷ്യൻറ്റിന് ആണെങ്കിൽ മധുരം ഭയങ്കര കൊതിയായിരിക്കും. നമ്മൾ കൊതിക്കുന്നതാണ് നമ്മുടെ പ്രിയം. നമുക്ക് വേണ്ടതാണ് ഹിതം. നമുക്ക് എന്ത് തന്നാലാണോ നമ്മൾ ഈ പ്രപഞ്ചത്തിന് നമ്മൾ ഉത്തമരായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മളിലെ പരമാവധി ഔട്ട്പുട്ട്
നമ്മളെന്ന വ്യക്തിയെ ഇങ്ങോട്ട് അയച്ചതിൻ്റെ പൂർണ്ണത എന്തിലാണോ നമുക്ക് ലഭിക്കുന്നത് അതാണ് ഹിതം. ഉം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രിയത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എല്ലാവരും ഞാനും പ്രാർത്ഥിച്ചത് ഏറെയും പ്രിയത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രപഞ്ചം ഒരു ചോയ്സ് നടത്തും നമ്മുടെ കാര്യത്തിൽ, ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. അത് നമ്മുടെ ഹിതമായിരിക്കും. ഉം. അപ്പം നമ്മൾ ആലോചിക്കും, ഈശ്വര, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ, പ്രിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ നടന്നിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ഘട്ടം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം എനിക്ക് ഈ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും തോന്നിയിട്ടുള്ളത് 4 രീതിയിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളോട് പ്രതികരിക്കും, അല്ലേ? ഉം. ഒന്ന് യെസ്, ഉം. നിനക്ക് തരാം. ഉം. മറ്റൊന്ന് കുറച്ച് കഠിനമാ, നോ, നിനക്കല്ല അത്, അതെ. അത് Not me. നിനക്കുള്ളതല്ല, Mm. നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില പ്രാർത്ഥന എന്താണെന്നറിയോ? വെയിറ്റ്. ചില പ്രാർത്ഥനയ്ക്ക് പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളോട് പറയും, ഒരു റോഡ് ബ്ലോക്ക് ഇട്ട് പോലെ ആ, അത് കിടക്കും. കാത്തിരിക്കൂ, കിട്ടിയോ? വെയിറ്റ് ചെയ്യൂ, തരൂ, സമയമാകുമ്പോൾ തരൂ. ചില പ്രാർത്ഥനകളുണ്ട് ഉം. അതുണ്ടല്ലോ, പ്രകൃതി നമ്മളോട് ടേക്ക് ഇറ്റ്, ഉം. ഞാൻ Please. തരുന്നു, നീ സ്വീകരിച്ചോളൂ, എടുത്തോളൂ. ഞാൻ തരുന്നു, നീ സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അത് നമുക്ക് ഒരു പ്രപഞ്ച നിയോഗം, പ്രപഞ്ച ശക്തി നേരിട്ട് തരുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ 4 അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ട് നമ്മൾ യെസ് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. നോ കുറേ കേട്ടിട്ടുണ്ട്, വെയിറ്റ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അതെ അതെ, പല കാര്യങ്ങളും. ആ. എന്നീ വെയിറ്റിംഗ് കഴിയാന്ന് അതെ വിചാരിക്കുന്ന അതെ 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 അതെ, ഒരു വെയിറ്റിംഗ് നല്ലോണം ഉണ്ട്. അതെ അതെ, പക്ഷേ ഈ ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന ചില സംഭവങ്ങളില്ലേ, അത് വലിയ അത് നമുക്ക് പ്രപഞ്ചം ചൂസ് ചെയ്ത് കൊണ്ടു തരുന്നതായിരിക്കും. നമ്മളത് അതിൽ നിന്നും കുതറി മാറാനൊക്കെ നല്ലോണം ശ്രമിക്കും. അതല്ല എൻ്റെ വഴി, ഞാൻ ഇങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, അല്ലെങ്കിൽ ഞാനിതല്ല, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രകൃതിയോട് കലഹിക്കും, കലയിക്കും. സാഹചര്യങ്ങളോട്, വിധിയോട്, എന്താ എനിക്കിങ്ങനെ, ഞാനിങ്ങനെയല്ലല്ലോ വേണ്ടത്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് പ്രപഞ്ചം തരുന്ന ചില അനുഗ്രഹങ്ങൾ അത് വളരെ ഏറ്റവും നല്ലതായിരിക്കും. പേഴ്സണൽ ആയിട്ടുള്ള അല്ലേ? അതെ അതെ, നമ്മളേറ്റവും സ്വകാര്യമായി ഉള്ള, ചിലപ്പോൾ അത് നമുക്ക് അഹങ്കാരമാവും ചില ആൾക്കാർ. ആണേ, അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളോട് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, യെസ് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ, നോ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ. പക്ഷെ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞതാണ്, നീ എടുത്തോ, ഞാൻ തരുന്നു, നീ എടുത്തോ. അവൈലബിൾ ആണ് നിനക്ക്. ആ, അതൊരു വലിയ നല്ല സന്തോഷമുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പം ഞാൻ ഈ ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ ഞാനെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്കൊന്നും വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എനിക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഋഷി പാരമ്പര്യം കൃത്യമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്, ബ്രഹ്മചര്യത്തിൽ നിന്നാണ് വിരക്തി ഉണ്ടാവണമെങ്കിൽ പോയി സന്യസിക്കൂ എന്ന് ഈ ആശയങ്ങൾ ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് നമുക്കുള്ളതാണോ, അല്ലെങ്കിൽ നമ്മൾ ആ മാർഗത്തിലൂടെ പോയാലാണോ നമുക്ക് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ പറ്റുക എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ആശ്രമങ്ങളുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം, ഞാൻ കണ്ടിട്ടുള്ള മഹത്വങ്ങളൊക്കെ, സന്യാസിമാരുടെ ഒക്കെ ഉള്ള ഒരു മഹത്വങ്ങൾ ഞാൻ അതെ അതെ, കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്. സിറ്റുവേഷൻ അങ്ങനെയാണ്. അമ്മ എൻ്റെ അടുത്ത് അക്കാലത്ത് ചിദാനന്ദപുരി സ്വാമികളുടെ അടുത്ത് ഉം. പോയി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ധാരാളം ഒരു 4-5 വർഷക്കാലം ഞാൻ വെക്കേഷൻ മുഴുവൻ സ്വാമിജിയുടെ അവിടെ അന്തര്യോഗം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്വാമിജിയുടെ അടുത്തിരുന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായും ഞാൻ വിനിയോഗിക്കേണ്ടത് ഈ സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ പ്രചരണത്തിനാണ് എന്ന് ധരിച്ചിരുന്ന ഒരു കൗമാര കാലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എനിക്ക് റെസ്പെക്റ്റ് തോന്നിയവരൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനത്തെ തന്നെ, ആൾക്കാരാണ്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മളിലേക്ക് പല ചിന്തകളും വരുന്നു. നമ്മുടെ ചില അടുത്ത സൗഹൃദങ്ങൾ, നമ്മൾ ആ സൗഹൃദം നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ആ സൗഹൃദങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടതെന്ന് പ്രകൃതി തീരുമാനിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണൊരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വളരെ വളരെ സ്വാഭാവികമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പറച്ചിലൊന്നും ആയിരുന്നില്ല. ഒരു പറിച്ചുകൊണ്ടലുമല്ല, വളരെ സ്വാഭാവികമായി എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, വളരെ കാലമായിട്ട് എനിക്ക് ഏറ്റവും നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത്. പക്ഷേ അദ്ദേഹവും അത്തരം ഒരു വളരെ സാധനാ ജീവിതമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ നല്ല സപ്പോർട്ടീവായിരുന്നു. ഞങ്ങളുടെ സാധനയ്ക്ക് ഞങ്ങളൊന്ന് വായിച്ച പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുന്നവർ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നും ഞങ്ങളൊരു വിവാഹത്തിലേക്ക് വരും എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടില്ല.
അച്ഛനും അമ്മയും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെയും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ നമ്മൾ നമുക്ക് വളരെ ആരാധനയുണ്ടാവുന്ന, നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടെ കാണുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടി ഒരു കടൽ തീരത്ത് ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യാണ്. പക്ഷേ അവളുടെ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, എനിക്ക് അമ്മയെക്കുറിച്ചുള്ള സങ്കല്പം അതാണ്. ഞാൻ ആ ആ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പോകും. അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്ക് തരുന്ന, നമ്മളെ ഒട്ടും ആളിൽ നിന്ന് നമുക്ക് തോന്നാത്ത ചിലരുണ്ടാവില്ലേ? ചിലപ്പോൾ വേറൊരാളുടെ സാന്നിധ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, അലോസരം ഉണ്ടാക്കും. പക്ഷെ അത്തരത്തിൽ നമുക്ക് അലോസരം ഉണ്ടാക്കാത്ത, നമ്മുടെ സാധനയ്ക്കും നമ്മുടെ ചിന്തകൾക്കും കുറച്ചും കൂടി തെളിച്ചം കൂട്ടുന്ന ചില സാന്നിധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണെന്ന് ആഗ്രഹിച്ചു പോകും. അത്തരമൊരു ഈശ്വരൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളെല്ലാവരും പരസ്പരം ഞങ്ങളെ പറയുന്നത് രണ്ടുപേരും പാലാഴി പ്രൊഡക്ട്സ് എന്നാണ്. ആ ലക്ഷ്മി പാലാഴിയിൽ നിന്ന് വന്നത് പീയൂഷത്തിനെ അന്വേഷിച്ചപ്പോഴാണ്. അന്വേഷിച്ചു പോയത് അമൃതമായിരുന്നു, പീയൂഷമായിരുന്നു. പക്ഷെ ആ വഴിയിൽ കിട്ടിയത് പീയൂഷിനെയാണ്. കിട്ടിയത് ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചില്ലേ, ഈ ഹാപ്പനിങ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഹാപ്പനിങ് ചോദിക്കാൻ കാരണം ഇപ്പോഴും ഹാപ്പനിങ് അല്ലേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്നാണ്. കാരണം എനിക്ക് ചേച്ചീനെ പേഴ്സണൽ പരിചയം വരുന്നതിനേക്കാൾ മുന്നേ ഞാൻ പരിചയപ്പെടുന്നത് പീയൂഷിനെയാണ്. പോഡ്കാസ്റ്റ് പോലും അല്ലേ, ഒരു അങ്ങനെ പബ്ലിക് അപ്പിയറൻസ് ഒന്നും അധികമില്ലാത്ത ഒരു ഇതാണ്. അപ്പം ആളുടെ എഴുത്തുകളാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ചത്. അങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് ആരാധകരുള്ള അല്ലെങ്കിൽ ആരാധികമാരുള്ള ഫോളോവേഴ്സുള്ള ഒരാളാണ് പീയൂഷ്. അപ്പം അങ്ങനെ ഒരു ആളെ നമ്മൾ പരിചയപ്പെട്ടു, നിങ്ങളെ ഒരു സൗഹൃദത്തിൽ വരുന്നു. പിന്നീട് നിങ്ങൾ കല്യാണം ഇപ്പം എത്ര വർഷമായി കല്യാണം? ഞങ്ങളൊരു 8-9 വർഷമായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു രണ്ടു പേരും ഒരേ വൃക്ഷത്തിലുണ്ടായ ഒരു ഫ്രൂട്ട് പോലത്തെ അല്ലേ, അങ്ങേക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ 4 പേരുമാണ്, ടീമാണ്. അച്ഛനമ്മയുണ്ട്. അച്ഛന്റെ പ്രവർത്തനങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ, ഒരു തുടർച്ച. തീർച്ചയായും നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചത് അത് തന്നെയാണല്ലോ. മറ്റൊരു രീതിയിൽ അച്ഛൻ ചെയ്തിരുന്ന ഒരു പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഇന്നത്തെ ഒരു കാലത്തിന്റെ സാധ്യതയും കൂടെ ലെഗസി അല്ലേ, നമ്മൾ അത് അങ്ങനെ ഒരു എന്താ പറയാ, യോഗം, ഒരു ഗ്രൂപ്പ് സോളാണ് അല്ലേ? അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് ഒരുമിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു 4 ഗ്രൂപ്പ് സോൾ, കുറച്ച് നമ്മളെ പോലെയുള്ള ചില കുടുംബങ്ങളും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അതിനെ വിചാരിക്കുന്നത്. നമുക്ക് 4 പേർക്കും കൂടി ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ. അതിലിപ്പം ഈ 5-6 വർഷം മുന്നേ നമ്മൾ കാണുന്ന സമയത്തൊക്കെ തന്നെ ചേച്ചി വളരെ വളരെ റിഗറസ് ആയിട്ട് വേറൊരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു പാത്തിലൂടെ പോകുന്ന ആൾക്കാർ ഒരുമിക്കുകയാണ്. അയാൾക്കും ആ പാത്ത് തന്നെ ആവാം. അത് അങ്ങനെയാണോ അല്ലേ എന്നൊരു എപ്പോഴും നമുക്ക് ചിന്ത ഉണ്ടാവില്ലേ. കാരണം ഇന്ന് സമൂഹത്തിൽ കാണുന്ന സാധനാ മാർഗത്തിലോ അല്ലെങ്കിൽ ഉപാസനാ മാർഗത്തിലോ ഒക്കെ വളരെ, അങ്ങ് പറഞ്ഞ ചോദ്യവും വളരെ കറക്റ്റാണ്. അപ്പം നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പലരും ഉപാസനയിലേക്ക് വരുന്നത് ചില ആവശ്യങ്ങൾക്കാണ്, ചില സാധനയിലേക്ക് വരുന്നത് ചില ആരാണ് ഞാനെന്ന് കണ്ടെത്താനാണ്. ആ ഒരു സമയത്താണ് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പം അവിടെ ഉണ്ടാവുന്നൊരു സ്പാർക്ക് എന്നല്ല പറയുന്നത്, ആ ഒരു 2 നദികൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വരും, ഇത് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. എങ്ങനെ അറിയോ, ഞാൻ പ്രേമിന് എൻ്റെ സംസാരത്തിൽ നിന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഞാനൊരു ഈ അഡ്വാൻസ്ഡ് ലേണിംഗ് തുറവൂർ സ്കൂളിൽ നിന്നാണ് ഞാൻ പിച്ച വെച്ച് വന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രവർത്തനങ്ങളും എൻ്റെ ഒരു രീതിയും ഒക്കെ ഒരു കുത്തി ഒഴുകുന്ന മഴ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്തകളിലൊക്കെ ഒരു ഹൃദയാർദ്രതയുടെ, ഒരു ശാന്തിയുടെ, സ്വസ്ഥതയുടെ ഒക്കെ ഒരു തലം കൊണ്ടുവന്നത് വാസ്തവത്തിൽ പീയൂഷാണ്. എനിക്കത് എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു തലവുമായിരുന്നു അത്. മാഷ്ടെ ഒക്കെ ഒരു ഞാൻ ആ തലത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു പരിണതിയാണ് ഈ ഒരു ശാന്തതയുടെയും ഹൃദയാർദ്രതയുടെയും പ്രപഞ്ച സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ഭാവം സ്വാഭാവികമായി എന്നിൽ സംഭവിക്കേണ്ടതാണ്. സ്ലോ ഡൗൺ തീർച്ചയായിട്ടും. പീയൂഷ് ഒരു സ്ലോ എന്നതിൻ്റെ ആളാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 കാര്യങ്ങൾ ധൃതി പിടിച്ച് അത് ചെയ്തു, ഇത് ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് സ്വസ്ഥമായിട്ട് ശാന്തമായിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലും ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് മനസ്സിലായത് പീയൂഷ് കൂടെ വന്നതിന് ശേഷാ. ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് അപ്പഴാ മനസ്സിലായത്. പക്ഷെ കുക്ക് ചെയ്യുന്നത് പോലും ഒരു ആർട്ടാണ്. അതിൽ പോലും വളരെ സ്വാഭാവികമായി ഭക്ഷണം ഉണ്ടാക്കി അതിനെ ഏറ്റവും ആസ്വദിച്ച് കഴിച്ച് അപ്പം അത്തരത്തിലൊരു എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭക്ഷണം ഏറ്റവും അതിൻ്റെ ആ ഒരു തലം പറഞ്ഞതാണ്. അത് ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാത്തിലേക്കും ഒരു ആർദ്രതയുടെ കയ്യൊപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതെ 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 അതിലേക്ക് ഞാൻ കൂടുതൽ അതെനിക്ക് വേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു വ്യക്തിയുടെ ഉം. അടുത്ത ഘട്ടത്തിലേക്കുള്ള പുരോഗതിയിൽ അത് അനിവാര്യമായിരുന്നു. ഉം, ഉം, അപ്പം എന്നിലേക്കൊരു ഹൃദയം നിറച്ചത് അതെ 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 ബുദ്ധിയും ഹൃദയവും ഒരുമിച്ച് സമന്വയിക്കണമല്ലോ. അതെ എന്നിലേക്കൊരു ഹൃദയം ആ നിറച്ചത് വാല്യൂ അഡീഷൻ അതെ. കൂടിയാണത്. അത് നിറച്ചത് വാസ്തവത്തിൽ പീയൂഷിനെ പോലെ ഒരാളുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഉറച്ചു തീരുമാനിച്ചതാണ്. നമ്മൾ വളരെ ആലോചിച്ച് ഇത് തന്നെയാണോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അമ്മയുടെയും വിശുംഭര മാഷ്ടെയും ഒക്കെ ഒരു എന്താ പറയുക ഒരു യെസ് ഇത് എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതെ അതെ പിന്നെ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളെ, നമുക്ക് ഏറ്റവും സൗഹൃദമുള്ള ഒരാളെ. പ്രേം പറഞ്ഞ പോലെ നമ്മൾ എത്ര മണിക്കൂർ സംസാരിച്ചിരുന്നാലും നമ്മൾ മടുക്കാത്ത ഒരാൾ. മടുക്കാത്തതാണ്. അത് നമുക്ക് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുന്ന ആളെ. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയാം ഏറ്റവും നല്ല പോഡ്കാസ്റ്റ് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതാണ്. അതെ നമ്മൾ ആ, പറയുന്നത് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പുതിയ 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 ഒത്തിരി കാര്യങ്ങൾ ചിന്തകൾ ഉണ്ടാവുന്നു. ആ ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ നല്ലൊരു ഗ്രൂപ്പുണ്ട്. ഉം. ധാരാളം ഈ ഒരു സമാന്തര രീതിയിൽ ധ്യാനം, ജീവിതം, മൂല്യങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ നമ്മളോടൊപ്പം പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ ഉം. ഒരു നല്ല ഗ്രൂപ്പുണ്ട്. ഉം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സത്സംഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഒരാൾ തന്നെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന് നിശബ്ദതയുടെ സൗന്ദര്യം കൂടെ തരുന്ന ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവുന്നത് എനിക്കൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളേറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു ഇടമാണ് അതെന്ന് മനസ്സിലാക്കാൻ ഒരു ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വിവാഹം അച്ഛൻ്റെ ഒരു വലിയ സങ്കല്പമായിരുന്നു. നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിയുന്ന വിവാഹം, അതിന് കൂടുതൽ ബഹളങ്ങളാണ്. എന്താ പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് പോസ്റ്റ് വെഡ്ഡിങ്, വെഡിങ് അതേപോലെ മ്യൂസിക് ഡാൻസ് മ്യൂസിക്, ഡാൻസ്, അങ്ങനെ ഒരു വിവാഹമായി. ഡാൻസ് കളിക്കാൻ അറിയാത്ത വരണോ അല്ലെങ്കിൽ വധുവിനോ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല നേരത്തെ കല്യാണം കഴിച്ച് നന്നായി അല്ല ഡാൻസ് കളിക്കണമെന്നാണ്. ഇപ്പം ഞങ്ങൾ റീസെൻ്റ് ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് പോയപ്പോഴും അവർ രണ്ടാളും അവൻ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കഴിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദി മെയ്ഡ് ഹിം ടു ഡാൻസ്. അപ്പോൾ അപ്പോൾ അത് വല്ലാത്തൊരു കൂടുതലും അത്ഭുതമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു കല്യാണം? അതെ അതെ അങ്ങനെയായിരുന്നു. അപ്പം അച്ഛനും ഒക്കെ നമ്മുടെ ഒരു ഹിന്ദു കുടുംബങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള വിവാഹം വേണം എന്ന് ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശപ്രകാരം നീലകണ്ഠ തീർത്ഥപാദര് ഹിന്ദു കുടുംബങ്ങളിൽ പ്രാജാപത്യ വിധി പ്രകാരം ഒരു വിവാഹം ചിട്ടപ്പെടുത്തിയിരുന്നു. പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ ചില സമുദായങ്ങളിൽ അത്തരം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പൊതുവായി അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു വിവാഹക്രമം ചിട്ടപ്പെടുത്തിയിട്ട് അത് കരുമാത്ര വിജയേട്ടനാണ് ഞങ്ങളുടെ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് വിജയേട്ടനാണ് വിവാഹം നടത്തിയത്. അത് എല്ലാ വേദവിധി പ്രകാരവും ആ വിജയേട്ടൻ അത് മുഴുവനും ഓരോന്നും ആ വിവാഹ സമയത്ത് എല്ലാവരോടും നിശബ്ദമായിട്ടിരിക്കണം, എല്ലാവരും സങ്കല്പിച്ചുകൊണ്ട് മനസ്സിനൊരു സങ്കല്പം അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചു. ഒരു സങ്കല്പം ചെയ്തുകൊണ്ട് സ്വാമിമാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മനസ്സിലൊരു എല്ലാവരും നമ്മൾ വിവാഹ സമയത്തൊക്കെ എല്ലാവരും ഒച്ചെടുക്കുക, ബഹളം വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് പൂർണ്ണമായും നിശബ്ദരായി ഈ ദമ്പതികൾ ലോകത്തിന് ഉപകാരമുള്ളവരായി തീരണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു സങ്കല്പം ചെയ്യണം എന്ന് വിജയേട്ടൻ എല്ലാവരോടും പറയുകയും ആ രീതിയിൽ ഹോമമെല്ലാം ചെയ്തിട്ട് അത് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ ഒരു പാരമ്പര്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ഒരു തന്തുന അനേന മമ ജീവന ഹേതുന ഒരു സ്ത്രീയോട് പറയാണ്, ഈ ഇതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈ മംഗലസൂത്രം കൊണ്ട് നിന്നെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ജീവിതമാണ് നിന്നെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ഠേ ബധ്നാമി സുഭഗേ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വിവാഹം ചെയ്യുന്നത്. അപ്പം അത്തരമൊരു പരസ്പര സമർപ്പണത്തിൻ്റെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു. നമ്മൾ പരസ്പരം നമസ്കരിച്ച് പരസ്പരം ആദരവോട് കൂടിയിട്ട് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നൊരു ട്രാൻസ്ഫർമേഷൻ വലുതാണ്. നമ്മൾ രണ്ട് കുടുംബങ്ങൾ മാത്രം ഒന്നിക്കുക എന്നുള്ളതല്ല,
നമ്മളൊരു സഹധർമ്മത്തിന് വേണ്ടി തന്നെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാവാത്മകമായ ആശയത്തോടു കൂടി നമ്മൾ കുടുംബം ആരംഭിച്ചാൽ പലപ്പോഴും നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ വല്ലാതെ ഒന്നും അല്ലാതായി പോവും. അത് പരിപോഷിക്കപ്പെടില്ല ഇല്ല, ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതവിടെ അത് നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ പറയില്ലേ, ചില ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് മാറ്റിവെച്ച പണം എടുക്കാതെ അത് ഒരിക്കലും തൊടാത്ത കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അങ്ങനത്തെ പ്രിൻസിപ്പിൾസ് കൊണ്ടാണ് ഇന്ന് നമ്മളുടെയൊക്കെ അച്ഛനമ്മമാർക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാണ്ടിരുന്നുണ്ടാവും. അപ്പോൾ അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരു കല്യാണം അത്രയും ഉറപ്പോടുകൂടിയും സങ്കല്പത്തോടെയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസിബിലിറ്റി അങ്ങേക്കുണ്ട്. ഉണ്ട്. കാരണം നമ്മൾ വന്നത് വെറുതെ അല്ല. കൈവച്ച് വന്നു പറയാൻ പറ്റില്ല. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് സമൂഹത്തോട്. മാത്രമല്ല ഞങ്ങളൊരു വളരെ നല്ല പ്രൗഢപ്രായത്തിലെത്തിയതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. അതും ഉണ്ട്. അതൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള നമ്മളൊരു നന്നായി ആലോചിച്ച് അതിൻ്റെ വരുമരായികളെ കുറിച്ച് ആലോചിച്ച് ഒരു സംയമനമൊക്കെ വരുന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷൻ നല്ല സുഹൃത്തുക്കളായി നമുക്ക് ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊരു പരസ്പര സാധനയ്ക്ക് പ്രയോജനപ്പെടുക എന്നൊരു വലിയ ലക്ഷ്യമാണ്. പീയൂഷിനെ പോലെ ഒരാള്, അദ്ദേഹം അത്രയും സാധന ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിൽ ജീവിതത്തെ കാണുന്ന ഒരാളാണ്. അല്ല, അയാൾ ചെയ്യുന്നതെല്ലാം ഒരു എന്താ പറയുക, നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞ പോലെ അതെല്ലാത്തിലും ഒരു സാധന, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ മനുഷ്യനിലും മൃഗത്തിലും പൂക്കളിലും ചെടിയിലും പെയിൻറ്റിലും ഈവൻ ഫേസ്ബുക്കിൽ പോലും വിളിക്കാൻ അങ്ങനെ ഒരു ചിന്ത മനുഷ്യനാണ്. അപ്പം അത് വലിയൊരു ആ ഒരു തലത്തിലേക്കൊക്കെ മനുഷ്യനെത്താൻ, ഞാനിപ്പോൾ ആലപ്പുഴയിലെ എഴുത്തുകൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നാറ്. ആ തലത്തേക്ക് എത്താൻ കഴിയുന്നതാണെങ്കിൽ ഈ വിദ്വേഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പീയൂഷിന്റെ ഒരു സിദ്ധാന്തം അത് തന്നെയാണ്. മനോഹരമായ ഒരു പൂവ് വിരിഞ്ഞു നിന്നാൽ മതിയാകും അല്ലെ. നിങ്ങൾ എന്ത് സമൂഹത്തിന് ചെയ്യുന്നു എന്ന് ഓഷോയുടെ ഒരു ചിന്തയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ സമൂഹത്തിന്റെ എന്താ നവീകരണ പ്രക്രിയയിൽ ഏത് രീതിയിൽ പങ്കെടുക്കുന്നു, ഏത് രീതിയിൽ നിങ്ങൾ സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ എല്ലാ സാധ്യതകളോടും കൂടെ വിരിഞ്ഞു നിൽക്കൂ. ആ വിരിഞ്ഞു നിൽക്കുന്നത് സമൂഹത്തിന് വലിയൊരു താങ്ങായിരിക്കും ചിലപ്പോൾ. അല്ല, അറിയേണ്ടവർ നമ്മളിലേക്ക് എത്തിക്കൊള്ളൂ. അപ്പോൾ അവനവനെ ആവിഷ്കരിച്ചുകൊണ്ട് അവനവന്റെ സാധനയിൽ വിടർന്നു നിൽക്കുക പ്രകൃതി സ്നേഹിക്കാൻ അത് സാധിക്കുള്ളൂ. ഈ പല ആൾക്കാരും ഭഗവാൻ കൃഷ്ണനെ പറ്റി പറയുന്നു അങ്ങനെയാണോ, ഈസ് ആക്ച്വലി ഇത്രയും ഒരു സസ്റ്റൈനബിലിറ്റി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ വേറെയില്ല. അപ്പം ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിലൂടെ കുറച്ച് പോവുകയുണ്ടായല്ലോ. അപ്പോൾ ഈ സ്പ്ലിറ്റുകൾ ഇല്ലാണ്ടിരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേക്കറിയാം, ഒരുപാട് കുടുംബ കോടതികൾ ഉയർന്നു വരുന്ന അല്ലേ, ഓരോ ജില്ലകൾ തോറും എത്ര എണ്ണാണെന്നുള്ളത് കോൺസെപ്റ്റിലേക്ക് വന്നു തുടങ്ങി. അത്രയും കേസുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ട് തലങ്ങളിലും അതിൻ്റേതായ അവർ ഓരോരുത്തർക്കും ഓരോ മാനങ്ങളാണല്ലോ. എൻ്റെ ശരിക്കും പണ്ട് ഇവിടെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ശരിയും തെറ്റുമില്ല, രണ്ട് ശരികൾ തമ്മിലാണ് അല്ലേ, രണ്ടാൾക്കും ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുമ്പോൾ ഒരു വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭോഗത്തിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനെ തുഴഞ്ഞു മുന്നോട്ട് പോകേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ആരോട് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഇതിനെ ഒരു ദൗത്യമായി അങ്ങനെയൊന്നും എടുക്കുന്ന ആളല്ല. വളരെ സഹജമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. നമ്മൾ എന്തിനാണോ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ബോധം ഉണ്ടായിരിക്കുക. വെറുതെ അല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, വെറുതെ അല്ല നമ്മൾ ഇത്തരം ചില കർമ്മങ്ങളുടെ ഭാഗമായത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അവബോധത്തോടു കൂടെ തന്നെ ഓരോ നിമിഷവും മുന്നോട്ട് പോകണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാറുണ്ട്. വെറുതെ അല്ല, വെറുതെ ആവരുത്. ആ ശാഠ്യം അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ സ്വയം വിചാരിക്കാറുണ്ട്. വെറുതെ ആവരുത്. നമ്മൾ അനാവശ്യമായ ശാഠ്യങ്ങൾക്ക് വശംവദരാകുന്നു എന്ന് തോന്നിയാൽ ഉടനെ നമ്മളെ തിരിച്ചു വലിക്കുന്ന ഒരു പ്രേരണ ഉള്ളിൽ നിന്നുണ്ടാവണം എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ മനുഷ്യന് ഈഗോ ഇല്ലാതായാൽ തന്നെ അതൊരു സാധനയല്ലേ. നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സഹസ്രനാമം ജപിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം ചില ക്രിയകളുടെ ഭാഗമാകുന്നതോ മാത്രമല്ലല്ലോ സ്പിരിച്വൽ പ്രാക്ടീസ്. നമ്മൾ അത്തരം ക്രിയകളുടെ ഭാഗമാകുന്നത് നമ്മളുടെ ഉള്ളിലത്തെ ആരെയോ ഒന്ന് പിടിച്ചു കെട്ടാനാണ്. ചാടി ഓടുന്ന ഒരാൾ ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ആളെ പിടിച്ചു കെട്ടാനാണ്. 10 മിനിറ്റ് ഒന്ന് ഇരിക്കൂ നിങ്ങൾ അല്ലേ, എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ എടുക്കാൻ നോക്കുന്ന എന്നെ പിടിച്ചു കെട്ടാനാണ്, മനസ്സിനെ പിടിച്ചു കെട്ടാനാണ് എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസ്.
അപ്പം അതിലൂടെ വാസ്തവത്തിൽ വ്യക്തി അയാളുടെ പരിമിതികളിൽ നിന്നും അയാൾ മോചിതനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആധ്യാത്മിക സാധന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന സാധന തന്നെയാണ്. അപ്പം ആ രീതിയിൽ നമ്മളുടെ ഒരു ശരിയായ സ്പിരിച്വാലിറ്റിയെ ഉൾക്കൊണ്ടാൽ അത് ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളലാണ്. ഒന്നിനെ നിഷേധിക്കുന്നതല്ലല്ലോ. അല്ല ജീവിതത്തെ ജീവിതത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതെ സ്വാംശീകരിക്കുക. ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവമുപേക്ഷണീയം. നമുക്ക് വേണ്ടാത്തത് പൊയ്ക്കോട്ടെ, നമ്മളിലേക്ക് വന്നു ചേരുന്ന, നമ്മളിലേക്ക് എത്തിച്ചേരുന്നവയെ സ്വാംശീകരിച്ച് ജീവിതത്തിൽ നിന്നും കരുത്താർജിച്ച് മുന്നേറുക. അപ്പോൾ ജീവിതം ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് എന്നാണ് ശരിയായ സ്പിരിച്വാലിറ്റി നമ്മളോട് പറയാം. നമ്മളൊരു ശരിക്കുള്ള സ്പിരിച്വൽ പ്രാക്ടീഷണർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല വ്യക്തിയാവുക എന്ന് കൂടിയാണ്, നമ്മളൊരു നല്ല പൗരനാവുക എന്ന് കൂടിയാണ്, നമ്മളൊരു നല്ല ഒരു സന്നദ്ധ വ്യക്തി സന്നദ്ധനായ പൗരനാവുക എന്ന് കൂടിയാണ്. ഈ ഭക്തിയുടെ ഒരു സാമൂഹ്യ തലം അതാണേ. അതെ അതെ ഭക്തി ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ ഭക്തി ഒരു സ്പിരിച്വൽ സാധനയാണ്. പക്ഷെ അതിൻ്റെ ഒരു സാമൂഹ്യ ഡൈമെൻഷൻ ഭാഗവതത്തിലൊക്കെ പറയുന്ന ഭാഗവതോത്തമൻ എന്ന് പറയുന്ന ആള് സർവഭൂതേഷു പശ്യേത് ഭഗവത് ഭാവമാത്മനഃ. എളുപ്പമല്ല, എല്ലായിടത്തും ഭഗവാനെ കാണുക എന്നൊക്കെ പറയുന്നത് ഒട്ടും എളുപ്പമല്ല. പക്ഷേ നിരന്തരമായ പരിശീലനത്തിലൂടെ ഈ പ്രപഞ്ചവുമായി താതാത്മ്യപ്പെടാനുള്ള ഒരു പരിശീലനമാണ് നമുക്ക് സ്പിരിച്വൽ സാധനകൾ തരുന്നത്. ആ ലെവലിലെത്തിയ ഒരാൾക്ക്, അതായത് ഈ നിരന്തരമായ പരിശീലനത്തിലൂടെ അവനവൻ്റെ പരിമിതികളെ, അവനവൻ്റെ സ്വാർത്ഥതയെ, അവനവൻ്റെ ഉള്ളിൽ മെരുങ്ങാത്ത ഈ ഈഗോയെ, മെരുങ്ങാത്ത ഈ മനസ്സിനെ പതുക്കെ പതുക്കെ മെരുക്കി വരുമ്പോൾ ജീവിതവും വളരെ ഈസിയാവും. ജീവിതം നമ്മൾ വിചാരിക്കണം അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് മനസ്സിലാവും. വളരെ ഈസിയാണ്. 2 കുട്ടികൾ കളിച്ച് ചിരിച്ച് ജീവിക്കുന്നത് പോലെ ഒരു കുടുംബത്തിൽ വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഈ ലോകത്തിൻ്റെ ആകുലതയും ഭാരമൊക്കെ എടുത്ത് തലയിൽ വെക്കാതെ വളരെ ആകുലതയൊന്നും ഇല്ലാതെ ജീവിച്ചു പോവാൻ ജീവിതം അത്ര ഈസിയായി മാറും എന്ന് തോന്നുന്നു എനിക്ക്. സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു ഈസിനെസ് അല്ലേ, അതെ വളരെ ലാഘവത്തോടെ, ആ ഒരു ലഗേജ് ഇല്ലാത്ത അവസ്ഥ. ലഗേജ് ഇല്ലാത്ത അവസ്ഥ. പണ്ട് റെയിൽവേയുടെ ടാഗ്ലൈൻ പറയാം, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറഞ്ഞ പോലെ അല്ലേ. അതെ, അതൊക്കെ പതുക്കെ പതുക്കെ അഴിച്ചു വെച്ച് നമ്മളൊരു സ്വസ്ഥമായ തലത്തിലേക്ക് ഒരാളും കൂടെ കൂട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസമാണ്. അങ്ങനെ ജീവിച്ചു മുന്നേറാനുള്ള ഒരു സ്വസ്ഥൻ്റെ ഞാനത് എൻ്റെ കല്യാണക്കുറിയിലേ ഞാനത് കൈകൊണ്ട് എഴുതിക്കുക ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്ത് മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കൃഷ്ണകുമാറുണ്ട്, അദ്ദേഹം എഴുതി തരുക ഗുരുവായൂർ. അപ്പം ഞാൻ അതിൽ എഴുതിച്ചത് ഒരു ഭഗവത്ഗീത വാക്യം ഞാൻ ഏതെങ്കിലും ഒന്നിങ്ങനെ സ്മരിച്ച് കല്യാണക്കുറിയിൽ എന്തെങ്കിലും ഒരു ഭഗവത്ഗീത വാക്യം എഴുതണം. അപ്പം എങ്ങനെ എനിക്ക് പെട്ടെന്ന് വന്നത് നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം എന്ന് ആണ് അതിലെഴുതിയത്. അപ്പോൾ യുക്തനായിരിക്കുക, യുക്തനായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ശാന്തനായിരിക്കുക എന്നുള്ളതാണ്. അശാന്തസ്യ കുത സുഖം, ശാന്തിയില്ലാത്തവന് എവിടെയാണ് സുഖമുള്ളത്? അപ്പോൾ ഒരു സ്വസ്ഥനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി വിവാഹം കഴിക്കുക, വലിയ ആകുലതകളില്ലാതെ, ബാലവത്ത്, ലീല പോലെ, ക്രീഡ പോലെ, ഇങ്ങനെയൊക്കെയായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. അത് എന്താ പറയാ, അതിലേക്ക് എത്തിപ്പെട്ടത് അതെ അല്ലേ. അതെ അതെ